ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ നമ്മുടെ ചൗചൗവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലായിരുന്നോ, നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ ചൗചൗ മേടിച്ച് ഇനി അതിൻ്റെ കറി വെക്കുന്ന വീഡിയോ ആയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചൗചൗ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ദാ പരിപ്പൊക്കെ കഴുകി കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിനകത്തിരുന്നൊരു 2 വിസിൽ വരെ കുക്കർ വിസിലടിക്കട്ടെ, നമ്മുടെ പരിപ്പ് വേകട്ടെ. അപ്പോൾ പരിപ്പും ചൗചൗവും കൂടെ ഒരുമിച്ചിട്ടാൽ നമ്മുടെ ചൗചൗ പെട്ടെന്ന് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് പരിപ്പ് ആദ്യം വേവിക്കുന്നത്. എന്നിട്ട് ഇതാ നമ്മുടെ ചൗചൗ എടുത്തിട്ടുണ്ട്. ചൗചൗ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ചെത്തി എടുക്കുക കേട്ടോ. അത് അതിൻ്റെ അകം കണ്ടില്ലേ, അതിൻ്റെ അകത്തൊരു ചെറിയ 2 കുരു പോലെ ഇരിപ്പുണ്ട് കേട്ടോ. 2 ഭാഗമായിട്ട് മുറിച്ച് കഴിഞ്ഞപ്പോഴേ അപ്പോൾ കുരുവൊന്നും നമ്മൾ എടുക്കുന്നില്ല. അതെല്ലാം നന്നായിട്ട് എടുത്ത് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി ക്ലീൻ ചെയ്ത് കഴുകി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചൗചൗ ഒക്കെ കഴിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണേ. നല്ലൊരു അടിപൊളി ടേസ്റ്റ് കേട്ടോ. ചൗചൗ കഴിക്കുമ്പോൾ ഒരു ചൊവയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാവേ. അപ്പോൾ ആ ചൗചൗ ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു തേങ്ങ പകുതി ചിരകിയതും, ചെറിയ വെളുത്തുള്ളി ചെറിയ ഒരു അല്ലിയും, ചെറിയ ജീരകവും, ചുവന്നുള്ളിയും, പച്ചമുളകും, ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളകും കൂടി എടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അതൊക്കെ അരച്ച് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതാ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതാ വെന്ത പരിപ്പിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചൗചൗവും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ചെറിയൊരു സവോള ചെറുതാക്കി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുകയാണേ. സവോള ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ കൂട്ടത്തിലൊരു ചെറിയ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വിസിൽ വരെ കേൾക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ചൗചൗ എല്ലാം പരിപ്പും എല്ലാം നന്നായിട്ട് വെന്ത് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അത് കുക്കറിനകത്തുനിന്ന് വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റും കേട്ടോ. അപ്പോൾ കുക്കറിനകത്ത് കറി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുക്കറിനകത്ത് വെക്കുന്നത് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത് കേട്ടോ. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അരപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അധിക നേരം ഇട്ട് നമ്മൾ കറി അങ്ങോട്ട് തിളപ്പിക്കുന്നില്ലേ. ഒത്തിരി അങ്ങ് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിന് കറി തേങ്ങയ്ക്ക് ഇങ്ങനെ പിരിഞ്ഞ് കിടക്കും. അപ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതാ ഒന്ന് വരുമ്പോഴത്തേക്കിന് നമ്മൾ ഓഫ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ കടുക് താളിച്ചൊഴിക്കും കേട്ടോ. അപ്പോൾ കടുകും കൂടെ താളിച്ചൊഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ അടിപൊളി പരിപ്പ് ചൗചൗ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ചൗചൗ ഒന്നും കറി വെക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളേക്ക് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ നല്ലൊരു പുതിയ വീഡിയോയിലൂടെ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.